അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു G-Starന്റെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു USB മൊഡ്യൂൾ പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലാസ് D ആമ്പും കൂടെ ഉള്ള ഒരു ബോർഡ് പരിചയപ്പെടുത്തിയായിരുന്നു. അതായത് ഒരു സ്റ്റീരിയോ ഔട്ട് നമുക്ക് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു USB മൊഡ്യൂൾ. എന്നാൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു 2.1 നമുക്കൊരു ഓഡിയോ ഔട്ട് എടുക്കാൻ പറ്റുന്ന ഒരു USB മൊഡ്യൂളാണ്. അതായത് G-Starന്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതായത് നമുക്കൊരു 50+50 ചാനലിലും 100 വാട്ട്സ് സബിനും എടുക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു മൊഡ്യൂള്. അപ്പോൾ ഇതിന്റെ പ്രൈസും അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള ഡീറ്റെയിൽ എല്ലാം നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. എന്തായാലും നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇതിന്റെ കൂടെ ഇതേപോലെയുള്ള 3 സ്പീക്കർ ഔട്ടിനുള്ള ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സബ്, പിന്നെ 2 സ്റ്റീരിയോയ്ക്ക്, പിന്നെ ഇതിന്റെ പവർ കോഡ്. അതായത് ഇത് വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് 6 വോൾട്ടേജ് തൊട്ട് 24 വോൾട്ടേജ് DC-യിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കൊരു 2.1 ആമ്പ് ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള ഒരു മൊഡ്യൂൾ വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് മൊഡ്യൂള്. വളരെ ഒരു ചെറിയൊരു മൊഡ്യൂള്, പക്ഷേ ഇതിന്റെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ടാണ്. നമുക്കൊരു ബ്രാൻഡ് സെറ്റിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ഓഡിയോ ഔട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഡീറ്റെയിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പാനലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ക്യാബിനറ്റിലേക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും ഉള്ളൊരു കൺട്രോളാണ് ഇത് വരുന്നത്. ഇവിടെയായിട്ട് ഇതിന്റെ USB സോട്ട് വരുന്നുണ്ട്, മൈക്രോ SD സോട്ട് വരുന്നുണ്ട്. പിന്നെ ബാസ് ട്രിബിള് നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മൈക്കുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മൈക്കിൽ നമുക്ക് എക്കോ ഡിലേ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ക്യാബിനറ്റിന്റെ അകത്ത് വെച്ച് ഇത് സെറ്റ് ചെയ്താൽ പോലും കാണാൻ നല്ല വൃത്തിയായിരിക്കും. പിന്നെ നോയ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല, കാരണം ഇതിൻ്റെ അകത്ത് എല്ലാം ഇൻബിൽറ്റ് ആയിട്ട് ഉള്ളതുകൊണ്ട്. ഇനി ഇതിന്റെ ബോർഡിലേക്ക് നോക്കുവാണെങ്കിൽ IC-ക്ക് വെച്ചിരിക്കുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന IC-യുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 116D2 എന്ന് പറയുന്ന IC-ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഒറിജിനൽ കമ്പോണൻസ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. 2 സ്റ്റീരിയോ ഔട്ട്, ഒരു സബിന്റെ ഒരു കണക്ഷന്, പിന്നെ ഇതിന്റെ 24 വോൾട്ടേജ്. 24 വോൾട്ടേജ് 5 ആമ്പിയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ഔട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. നല്ല ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു FM ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിന്റെ കണക്ഷനൊക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിമോട്ട് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇക്വലൈസർ വരുന്നുണ്ട്. ഫ്രണ്ട് റിമോട്ട് കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 1550 രൂപയാണ്. 1550 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ ഞാൻ പറയാം. അപ്പോൾ ഇത് മേടിക്കാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ARC കൊടുക്കണമെങ്കിൽ നമുക്ക് ARC അല്ലെങ്കിൽ ഒപ്റ്റിക്കലിന്റെ ഒരു കൺവെർട്ടർ വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഓവറോൾ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. കാര്യം വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.